അങ്ങനെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ഉണ്ട്. സിനിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സിംഗ് പശ്ചാത്തലമാക്കി എടുത്തൊരു കോമഡി എന്റർടൈനർ അങ്ങനെ പറയാം ഈ സിനിമയെ കുറിച്ച്. ഖാലിദ് റഹ്മാനാണ് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളി മേക്കിംഗ് ആണ് ഫിലിമിന്റെ. ഒരു 2.5 മണിക്കൂറാണ് ഈ ഫിലിം ഉള്ളത്. സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് തീരുന്നവരെ നമുക്ക് ആ ഒരു എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം എന്ന് തന്നെ പറയാം. ഒരു ക്ലീഷേ ഫിലിം അല്ല ഇത്. ലാസ്റ്റ് ബോക്സിങ്ങിൽ വന്ന് അവസാനം നായകൻ ജയിക്കുന്നു, നായകന്റെ ഇടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിനൊരു ക്ലീഷേ ഫിലിം അല്ല ഇത്. കറക്റ്റ് നോർമൽ സാധാരണക്കാരായ ആളുകൾ എങ്ങനെ ബോക്സിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അവരൊരു മാച്ചിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് വരുന്നത് അതും നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഖാലിദ് റഹ്മാന്റെ തല്ലുമാല ഫിലിം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഫൈറ്റ്സ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നെസ്ലിൻ അടിപൊളിയായിട്ടാണ് ഈ ഫിലിമിൽ ജോജു എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കൊരു ടൈലർ മെയ്ഡ് റോൾ എന്ന് തന്നെ പറയാം. കറക്റ്റ് പുള്ളി അത് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കോമഡി ടൈമിങ്സും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ പുള്ളി അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ലുക്മാൻ അടിപൊളിയായിരുന്നു. ആ ഒരു റഫ്നെസ്സും ആ ഒരു സംഭവമൊക്കെ പുള്ളിയുടെ ക്യാരക്ടറിൽ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നെസ്ലിന്റെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന കുറെ പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളി പിള്ളേർ. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു കോമഡി എന്റർടൈനർ മൂവിയാണ് ആലപ്പുഴ ജിംഖാന.